പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 6, 2026. ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് UDF പുതുയുഗ യാത്ര ടു റീച്ച് കണ്ണൂർ ഓൺ February 7 എന്ന രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The Puduyuga Yatra, led by opposition leader V.D. Satheesh under the banner of United Democratic Front, will reach Kannur district border on February 7, UDF convener P.T. Matthews said on Thursday. ഈ വാർത്തയുമായിട്ടാണ് ഹിന്ദു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലായിരിക്കാം NDTVയിലെ സീനിയർ ജേർണലിസ്റ്റുകൾ TM വീരരാഘവും വസുധ വേണുഗോപാലും ചേർന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് V.D. സതീഷിനുമായി ഒരു അഭിമുഖം നടത്തുകയും അത് NDTV 8 മണിക്കൂറുകൾക്ക് മുമ്പ് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. ആ അഭിമുഖം 8 മണിക്കൂറുകൾക്കുള്ളിൽ 4000 ആളുകൾ യൂട്യൂബിൽ കാണുകയുണ്ടായി. 150 ലൈക്ക് കിട്ടിയിരിക്കുന്ന ആ അഭിമുഖത്തിന് താഴെ 104 കമൻറ്റുകളും ഇതിനകം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള UDFൻ്റെ പ്ലാൻ, എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവും UDFും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് തരുന്നത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് വളരെ പോസിറ്റീവായ രീതിയിൽ അവർ ഡിഫറൻ്റ് ആകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് V.D. സതീശൻ ഇന്നലെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തുടക്കത്തിലേ പറയുന്നുണ്ട്, നമ്മുടെ ഈ ജാഥ, ഈ UDF ആരംഭിക്കുന്ന ഈ ജാഥ പരിപാടി അത് കൺവെൻഷനലായിരിക്കുകയില്ല. ഭരണത്തിലിരിക്കുന്ന കക്ഷിയെ ഒരു പ്രതിപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്ക് വിമർശിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് V.D. സതീശൻ പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊരു ഹെൽത്ത് കമ്മീഷന് വെച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇപ്പോൾ ഇറ്റ് ഈസ് ഇൻ വെന്റിലേറ്റർ. അപ്പോൾ അതിനെ എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം, അതിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കാൻ 100ഓളം ഡോക്ടർമാരും മറ്റും അടങ്ങുന്ന ഒരു ഹെൽത്ത് കമ്മീഷന് വെച്ചിരിക്കുന്നു. അത് 2 വർഷം മുമ്പ് അതിനെ ചുമതലപ്പെടുത്തിയെന്നും അവരതിൻ്റെ പഠനം നടത്തിയ ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടാൻ പോകുന്ന UDF ഗവൺമെൻറ്റിന് ഒരു ആരോഗ്യ നയം ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ചില സുഹൃത്തുക്കൾ ഞാൻ സംസാരിച്ചപ്പോൾ അവിടേക്ക് ഈ എന്തെങ്കിലും ഇപ്പോൾ മുറിവ് ഉണ്ടായി കെട്ടാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ വളരെ റൂഡായിട്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പെരുമാറുന്നു. അങ്ങ് പൊക്കോ, അത് ശരിയായിക്കൊള്ളും, നല്ല രീതിയിൽ ഇനിയും ഉണങ്ങാനുള്ള മുറിവൊക്കെ ഉള്ള സമയത്താണ് ആളുകളോട് അങ്ങനെ പറയുന്നത്, അങ്ങ് പൊക്കോ ശരിയായിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ആളുകൾക്കുള്ളത്. നമ്മൾ നമ്പർ 1 മോഡൽ എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയുടെ വിഷയം മാറ്റിവെച്ച് പിന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ കാരണമായി അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: വി ഹാവ് ബീൻ വിന്നിങ് ഓൾ ഇലക്ഷൻസ് എക്സെപ്റ്റ് 1. ബൈ ഇലക്ഷനെ കുറിച്ച്, ചേലക്കരയിലെ ബൈ ഇലക്ഷനെ കുറിച്ച് മറ്റെല്ലാ ബൈ ഇലക്ഷനുകളിലും ഞങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ നമ്മൾ ധാരാളം കോൺഗ്രസ് നേതാക്കൾ KPCC അധ്യക്ഷന്മാരാകുന്നത് കണ്ടിട്ടുണ്ട്. VM സുധീരനൊഴികെ ഞാൻ ഈ V.D. സതീശൻ്റെ ഒരു ഭാഷയിൽ ഇടപെടുന്ന ആളുകൾ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ K. മുരളീധരൻ,
KPCC അധ്യക്ഷനായിരുന്നത് കണ്ടിട്ടുണ്ട്. തെന്നല ബാലകൃഷ്ണപിള്ള ആ പദവിയിലിരുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ കരുണാകരനൊക്കെ ഇരുന്ന കാലമുണ്ട്. പക്ഷേ നമ്മുടെ വി ഡി സതീശൻ ഇന്നലെ നടത്തിയിട്ടുള്ള ആ അഭിമുഖത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളുടെ പേരിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയും LDF മുന്നണിയെ വിമർശിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുടനീളം ഈ വെറുപ്പ് പ്രസരിപ്പിക്കുകയാണ് NDA അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവർ കേരളത്തിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് ഒരുങ്ങുമ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF മാത്രമല്ല തുല്യ രീതിയിൽ തുല്യ പ്രാധാന്യം നൽകേണ്ട രീതിയിലേക്ക് വളർന്നിട്ടില്ലെങ്കിലും BJPയെയും എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള വളരെ ശക്തമായ ഭാഷയിലാണ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയുടെ മറ്റൊരു ഹൈലൈറ്റ് അതുകൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണാൻ ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഒരു ചോദ്യം ഇവർ ചോദിച്ചു വി ഡി സതീഷിനോട്. വൈ ഡിഡ് ദ കോൺഗ്രസ് പാർട്ടി ഫീൽ ദർ ഇസ് എ നീഡ് ടു സീക്ക് ദ സപ്പോർട്ട് ഓഫ് ഔട്ട്സൈഡ് ഫോഴ്സസ് ഓർ ഔട്ട്സൈഡ് പാർട്ടീസ് ഓർ ഓർഗനൈസേഷൻസ് എന്ന രീതിയിൽ അവർ ചോദിച്ചു. അതായത് അവരുദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പിന്തുണ നിങ്ങളെന്തിനാണ് തേടിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, വി ഡി സതീശൻ പറഞ്ഞ മറുപടി, 4 പതിറ്റാണ്ട് ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണച്ചിരുന്നു. When they are supporting LDF feels that they are secular. When they are supporting us, they allege that ജമാഅത്തെ ഇസ്ലാമി ഈസ് കമ്മ്യൂണൽ. ഞങ്ങളെ പിന്തുണക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയും അതുപോലെ അവരെ പിന്തുണക്കുമ്പോൾ മതേതര പാർട്ടിയുമാകുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവരൊരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിതമായ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരല്ല, മറിച്ച് ദെയർ ഫോർ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, അവരൊരു ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ ജനാധിപത്യ രീതി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അദ്ദേഹം അവകാശപ്പെട്ട മറ്റൊരു കാര്യം, അദ്ദേഹം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി എനിക്കെതിരായിരുന്നു, അപ്പോഴൊക്കെ അവർ LDFനൊപ്പമായിരുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മറ്റൊരു എക്സ്ട്രീം ഓർഗനൈസേഷനായ SDPI ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ പിന്തുണക്കാൻ ഒരിക്കൽ റെഡിയായപ്പോൾ വി റിജക്റ്റഡ് ദർ സപ്പോർട്ട്, ഞങ്ങൾ അവരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം ലീഗ് ഞാൻ UDFൻ്റെ അമരത്ത് വന്നപ്പോഴല്ല, R ശങ്കറും കെ കരുണാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ UDFൻ്റെ അമരത്തുണ്ടായിരുന്ന കാലം മുതലേ അവർ ഞങ്ങളോടൊപ്പമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തുടനീളം റൈറ്റ്സ് ഉണ്ടായ സമയത്ത് ശിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനകൾ, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളാണ് കേരളത്തിൽ അത്തരം പ്രശ്നങ്ങളില്ലാതെ നോക്കിയത്. അവരെ നമ്മൾ മാറ്റി നിർത്തുകയും അങ്ങനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെ മുസ്ലിം ലീഗ് ദുർബലമായാൽ അതർ എക്സ്ട്രീം ഫോഴ്സസ് മറ്റ് വിഭാഗീയ ചിന്താഗതി കൂടുതലുള്ള തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഒരു ഭാഗത്തേക്ക് ഒരു സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ കൂടി ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്കിൻ്റെ ഭാഗമായി ദ ഹിന്ദുവിൽ നോക്കിയപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ സഖാവ്, ഹിന്ദു അല്ല, മനോരമയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് പതിപ്പാണ്, അതിനകത്ത് 2022 ഡിസംബറിലാണെന്ന് തോന്നുന്നു, നമ്മുടെ 2022 ഡിസംബറിൽ MV ഗോവിന്ദൻ മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് വീണ്ടും മാധ്യമപ്രവർത്തകർ പ്രത്യേകം എടുത്ത് ചോദിച്ചു, EMS ഒരു സമയത്ത് മുസ്ലിം ലീഗിനെ വർഗീയമാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല എന്ന് EMS പറഞ്ഞത് ശരിയല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. EMS പറഞ്ഞത് ശരിയല്ല. EMSൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള 967 മന്ത്രിസഭയിൽ ഞങ്ങളോടൊപ്പം അവരും ഉണ്ടായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ ആളുകളാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ കോട്ടയത്തെ ചില ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അവർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അവരോട് ഞാനിങ്ങനെ അവരെന്നോട് ഇങ്ങോട്ട് പറയാത്തന്നെ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു, UDF ഒരു മുസ്ലിം കേന്ദ്രീകൃതമായ മുന്നണിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ LDF നടത്തുന്ന ഈ ഒരു തെറ്റായ രീതിയിലുള്ള ക്യാമ്പയിൻ അത്തരം ആളുകളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. അതായത് UDFനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ എന്താ പറയുക നിർണായകമായ പങ്കുണ്ടാവുക, അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് UDF മുസ്ലിം ലീഗ് എന്ന രീതിയിൽ അത്തരം ആളുകൾ കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മുടെ KM മാണിയാണ് ഇപ്പോൾ അവസാനത്തെ 2011-16 UDF മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നായ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ കുറവ് സീറ്റുകളാണ് KM മാണിയുടെ പാർട്ടിക്കുണ്ടായിരുന്നത് എങ്കിലും ഗവൺമെൻറ്റിൽ വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. മാണിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സമയത്തും മാണിയെ പരിപൂർണമായും സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് അന്ന് UDF എടുത്തത്. പക്ഷേ എന്നിട്ടും ഈ LDF നടത്തുന്ന UDF ഒരു മുസ്ലിം കേന്ദ്രീകൃത മുന്നണിയായി മാറുന്നു എന്നുള്ള പ്രചരണം ചില ഇടങ്ങളിലൊക്കെ ആളുകൾ അങ്ങനെ അത് ശരിയാണെന്ന് കരുതാൻ കാരണമാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിശദീകരണങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.